എല്ലാവരും ഒരു ദർജക്കാരല്ല, വ്യത്യസ്ത ദർജയുള്ളവരുണ്ട്. ഏറ്റവും വലുത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും തൊട്ടടുത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളും ആണ്. എന്നാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ദറജ കുറഞ്ഞ ആളായിട്ട് കണക്കാക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട വഹ്ശി റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹത്തിന് ഇബാദത്തിൽ കുറവുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകത ഉള്ളത് കൊണ്ടുമല്ല, മറിച്ച് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ പണ്ട് ജാഹിലിയ്യ കാലത്ത് ഉഹദിൽ വെച്ച് ചതിപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തി. അതൊക്കെ സ്വാഭാവികമാണ്. അന്ന് മുസ്ലിംകളാണ് അദ്ദേഹം. ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ അൽ ഇസ്ലാം യജിബു മാ കാന ഖബ്ലഹു എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത്. ഒരാൾ എത്ര വലിയ മഹാപാതകം ചെയ്ത അക്രമിയാണെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമ ഖൽബിൽ ഉറപ്പിച്ചുകൊണ്ട് നാവ് കൊണ്ട് വെളിവാക്കി ചൊല്ലിയാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാം മുറിച്ചു കളയപ്പെടും. പിന്നെ അവരുമായിട്ട് ബന്ധമില്ല. പിന്നെന്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ഏറ്റുമുട്ടി ചതിപ്രയോഗത്തിലൂടെ ആണെങ്കിലും കൊലപ്പെടുത്തിയത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിയിലൂടെ മുറിച്ചു കളയണ്ടേ? മുറിച്ചു കളഞ്ഞത് അതിനൊരു കുറ്റമില്ല. ചെല്ലാന്നല്ല, അതൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലിയതോടു കൂടി എല്ലാം തീർത്തിന് എന്തേ ബാക്കി? ഇവിടെയാണ് പ്രശ്നം. ഈമാൻ എന്ന് പറയുന്നത് വെറും അമലല്ല. ഈമാൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്താണ്. അത് അങ്ങോട്ട് എത്ര കണ്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കിട്ടിയെന്ന്. അതാണ് ഈമാനിന്റെ തൂക്കം കണക്കാക്കുന്നത്. മഹാനായ അശ്റഫ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ സ്വീകരിച്ചു. ജെറുസലേമിൽ വന്നു. അവിടെ നിന്ന് ചോദിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ യുദ്ധരംഗത്ത് ആയുധാഭ്യാസത്തില്, ശക്തിയില്, തന്റെ ഇടത്തില്, മനക്കരുത്തില്, ധീരതയില് ഇതൊന്നും സമീപിക്കാൻ പോലും ഇല്ല. നിനക്ക് എങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കഴിയും? നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ കഴിയില്ല എന്ന് സത്യമാണ്. പക്ഷെ എന്റെ യജമാന സ്ത്രീയെ അവരെ എന്നോട് പോരുമ്പോ ഒരു കാര്യം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെയോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മൂന്നിൽ ഒരാളെ നീ വധിച്ചാൽ നീ സ്വതന്ത്രനാണ്. അപ്പൊ യുദ്ധത്തിന് പോകുമ്പോൾ എനിക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണമെന്നോ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തണോ അങ്ങനൊന്നും ഒരു ലക്ഷ്യം എനിക്കില്ല. എന്റെ ലക്ഷ്യം ഞാനൊരു അടിമയാണ്. എനിക്ക് മോചനം നേടാനുള്ള എന്റെ മുന്നിലുള്ള ഒറ്റ വഴി ഈ മൂന്നിലൊരാളെ വകവരുത്തണം. പക്ഷെ ഈ മൂന്നാളെ നേരിടാൻ എനിക്ക് കരുത്തരല്ല. പക്ഷെ എനിക്ക് തന്ത്രം നന്നായി അറിയാം. ആയുധാഭ്യാസിയാണ്. ചാട്ടുളി പ്രയോഗത്തിൽ അതിവിദഗ്ധനാണ്. ഇത് ഉപയോഗിച്ച് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കിട്ടൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പന്തയിലാണ്, യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പടവെട്ടാൻ വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല. സഹാബത്ത് തന്നെ അരീശ് എന്ന് പറയുന്ന പന്തലിൽ ഇരുത്തിയേക്കാണ്. അവിടെ നിന്ന് നേതൃത്വം കൊടുക്കുന്നേ. അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ കഴിയൂല. ഒന്ന് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തത്. തമ്പിന്റെ സംരക്ഷണം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന ലോകപ്രസിദ്ധരായ ധീരന്മാരായ 12 അൻസാരികളുമാണ്. ഈ 12 ആളുകളെയും മറികടന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്തിയിട്ട് വേണം നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എത്തിയിട്ട് വേണം സഞ്ചരിക്കുന്നത്. അബ്ബിയുടെ എന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, യുദ്ധകളത്തിൽ ഇറങ്ങി പടമൊരുങ്ങുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അദ്ദേഹത്തെ ഒളിപ്രയോഗത്തിലൂടെ വധിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവും. ഞാൻ അങ്ങനെ നോക്കുമ്പോ ഒട്ടകങ്ങളെ പോലെ തന്റെ മുന്നിലുള്ളതിന് മുഴുവനും തട്ടി തകർത്ത് തരിപ്പണമാക്കി ഒരു കൊടുങ്കാറ്റ് കണക്കെ മുന്നേറിക്കൊണ്ടിരിക്കും. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ അദ്ദേഹം വരുന്ന വഴിയിൽ ഒരു നല്ല മരമുണ്ട്. തക്കം പാത്ത് ഞാൻ മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നു. മറ്റു സഹാബാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ മരത്തിന്റെ പിന്നിൽ മറിഞ്ഞിരുന്നു. بغزة الأمهات مش عارفين إذا أولادهم رح ياكلوا اليوم، حتى مش متأكدة إذا رح يعيشوا لتاني يوم، زي ما شفنا كل. അങ്ങനെ മറിഞ്ഞിരുന്ന് എന്റെ സമീപത്തൂടെ മഹാനവറുകൾ വന്നപ്പോൾ ഈ മരത്തിന്റെ പിന്നിൽ നിന്നിട്ട് വിദഗ്ധമായി ഞാൻ എന്റെ ചാട്ടുളി പ്രയോഗിച്ചു. താഴെയാണ് ദൂരെ പ്രയോഗിക്കുന്ന അമ്മയിൽ പോലെ മറ്റൊന്നാണ് ചാട്ടുളി. ആ പ്രയോഗിച്ച ചാട്ടുളി മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആലാന്റെ അടിപ്പള്ളക്ക് കൊണ്ടു. അത് മുറിപ്പെടുത്തി പിൻഭാഗത്തിലൂടെ എന്നെ തലമുറത്തിയായി. അങ്ങനെ മഹാനവർ വീണു, ഷഹീദായി. അതും കഴിഞ്ഞ് ഞാൻ രംഗമെടുത്തു. പിന്നെ ഞാൻ ആരോട് യുദ്ധം ചെയ്തിട്ടില്ല, അതിന് മുമ്പ് യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധം എന്റെ ലക്ഷ്യവുമായിരുന്നില്ല. ഹംസാറിനെ പറ്റി നിമിതങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും ആദരവും സ്വന്തം വാപ്പന്റെ സഹോദരനല്ലേ, എളാപ്പയാണല്ലോ. മാനവകൾ നഷ്ടപ്പെട്ടതിലുള്ള നികത്താനാകാത്ത ദുഃഖം കരളിൽ നമ്മളെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തോട് നിമിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം, തെറ്റൊന്നുമില്ല, ഒക്കെ പുറത്തുപോയി ഇസ്ലാമിനെ സ്വീകരിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളെ കാണാൻ പ്രയാസമുണ്ട്. നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ ഓർമ്മ വരും. എനിക്ക് അതെന്നെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ദീനിന്റെ ഖിദ്മത്തിലായി പ്രവർത്തിച്ചു. മദീന വിട്ട് എന്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ഭാഗത്ത് മതി. ഇതാണ് ഇപ്പൊ റളിയല്ലാഹു തആലാവിന് ഗർജ പറയാൻ കാരണം. എന്ത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ളത് പോലെയുള്ള സ്നേഹം ഉണ്ടായില്ല. അങ്ങോട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ഈ ഒരു വേദന വെറുപ്പൊന്നുമില്ല. എന്റെ എളാപ്പ ആ ഓർമ്മ വരും, കാണും, എന്നെ കാണാനാണ് മാറി. പക്ഷെ അദ്ദേഹം അതിലും തുല്യമായ സേവനം പിന്നെ ഇസ്ലാമിൽ ചെയ്തത്. കാലത്ത് നടന്ന യുദ്ധമാണ് സഹാബത്ത് നേരിട്ട ഏറ്റവും കഠിനമായ യുദ്ധം. അങ്ങനത്തെ യുദ്ധം വേറെ ഉണ്ടായിട്ടില്ല. മുസൈലത്ത് നബിയാണെന്ന് പറയുന്ന ബനൂ ഹനീഫ് ഗോത്രക്കാരുമായിട്ട് യമാമയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് മുഅ്മിനുകൾ, അതിൽ തന്നെ നൂറുകണക്കിന് സഹാബത്ത് ഷഹീദായി. ദിവസങ്ങളോളം നീണ്ടു നിന്ന് ഒരു വേള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല വരുന്നതിന്റെ മുമ്പ് യുദ്ധം പരാജയപ്പെടുമോ എന്ന് വരെ പേടിച്ചു. ഇത്രയും കഠിനമായ യുദ്ധം ചെയ്തിട്ടില്ല. അതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് നബിയാണെന്ന് വാദിക്കുന്ന കള്ളവാദിയായ ഇയാളെ വധിച്ചെങ്കിലല്ലാതെ ഈ സൈന്യം പരാജയപ്പെടില്ല എന്ന് സഹാബത്തിന് ബോധ്യമായി. ആ ദൗത്യം നിർവഹിക്കാനുള്ള ഭാഗ്യം മഹാനായ ഇതേ പണിശ്ശേരിയിലെ സൈന്യത്തിൽ കഥാവിനെ നേരിട്ട് നേരിടാൻ കഴിയില്ല. അവന്റെ ചുറ്റും മംഗലശേഖര തക്കം പാർത്തിരുന്നു. കിട്ടിയ സന്ദർഭത്തിൽ അതേ ചാട്ടുളി ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല തങ്ങൾക്കെതിരിൽ ഉപയോഗിച്ച ആ ചാട്ടുളി മുസൈലത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഈ കള്ളപ്രവാചകനെതിരെ പ്രയോഗിക്കുകയും അതേ രീതിയിൽ അടിപ്പള്ളയിൽ കൊണ്ട്
ഭാഗത്തേക്ക് തുളച്ചിറക്കുകയും ചെയ്യും. അതുകൊണ്ട് താഴെ വീട് മറ്റു സഹാബികളൊന്ന് തലവിട്ടു. അതോടുകൂടിയാണ് യമാമ യുദ്ധം അവസാനിക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയും ചെയ്തു, ഞാൻ എന്റെ ഈ ചാട്ടുളി കൊണ്ട് അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും മഹാനായ ഒരു മഹൽ വ്യക്തിത്വത്തെ ഇതുകൊണ്ട് ഞാൻ വധിച്ചു. അതെന്നെ ജാഹിലിയ്യത്തിലായിരുന്നു. എന്റെ ഇസ്ലാമിൽ അതിന് പകരമായിക്കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുവായ കള്ളപ്രവാചകനായി അഭിനയിക്കുന്ന മുസ്ലിംസിനെ കൊല്ലാൻ കഴിഞ്ഞു എന്ന് ആത്മകഥം ചെയ്യുന്നുണ്ട് മഹാനായ വഹീർ ബഷീർ. ഇവരൊക്കെ സേവനം ചെയ്തിട്ടും അവസാന ദർജ, ആ ദർജ പറയുന്നത് ലാസ്റ്റ് ദർജ എന്ന് പറയുന്ന ആ ദർജയിലെത്താൻ ലോകത്തുള്ള മുഴുവൻ അഖ്താബുകൾക്കും കൂടിയായാൽ സാധ്യമല്ല.